ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാവിലെ എഴുന്നേറ്റ് ബെഡൊക്കെ കുറഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ടിട്ട് ചായ വെക്കാൻ പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ചായ വെച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട് ചായ വെക്കാൻ കയറി. ഇക്കാക്കാൻ്റെ വകയായിരുന്നു സ്പെഷ്യൽ ചായ. പിന്നെ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ അങ്ങനെ പറ്റുന്നില്ല, കാരണം തീരെ വയ്യായിരുന്നു, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓക്കെ അല്ലാഞ്ഞ കൊണ്ടായിരുന്നു ഇടാൻ പറ്റാഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാനൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ വീട് മാറി ഗൈസ്. ഞങ്ങളിപ്പോൾ പുതിയ വീട്ടിലാണ്. അതാ പറഞ്ഞ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ എല്ലാം ഉള്ളത് കൊണ്ട് എനിക്ക് എല്ലാം അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാനിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് രാവിലെ തന്നെ പണിയെല്ലാം വേഗം തീർത്തിട്ട് ഇക്കാക്കാൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നു. ഇക്കാക്ക പണിക്ക് പോയപ്പോൾ എന്നെ ഇങ്ങോട്ട് ആക്കി തന്നെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഷൂട്ടിന് മണീനായിട്ട് കുറച്ച് നേരം കളിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവളുടെ ടെറസിൽ പോയി ഇരുന്നിട്ട് കുറച്ച് ചായയല്ല ഇങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരുന്ന് രണ്ട് കുറ്റമൊക്കെ പറഞ്ഞ് വെറുതെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്ന്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ദോശയും സാമ്പാറും തന്ന വകയിൽ അവിടെ കുറച്ചങ്ങോട്ട് മുപ്പതാൾ കൊട്ടിയാക്കിയിട്ടായിരുന്നു, വൃത്തികേടാക്കിയിട്ടായിരുന്നു. ഞാനത് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് വന്ന്, ഫ്രണ്ട് മാത്രമല്ല എനിക്ക് എൻ്റെ അനിയത്തിയാണ്, എന്താണ് അവളുടെ കുട്ടിയാണിത് എന്ന് കുറേ താമസിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഫ്രണ്ടിൽ നടന്നോ പിണങ്ങി പോലെ അടുത്ത അന്ന് കിട്ടിയല്ലോ, നന്നായിക്കൂടെ. അങ്ങനെ സീനാൻ്റെ പിണക്കമൊക്കെ മാറി ഞങ്ങളുടെ അടുത്തുള്ളൊരു ബാങ്കിൽ വന്നതാണ്. അവിടെ വന്നപ്പോൾ എന്താണ് രണ്ടും കൂടെ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് തമ്മിൽ തല്ലും. അങ്ങനെ അതുങ്ങളുടെ തല്ലെല്ലാം കഴിഞ്ഞ് മീൻ ഞങ്ങൾക്ക് ഷാർജ വാങ്ങി തരാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേ ലോഡ് പൂച്ചന്മാർ ഇവർ സിനിമയിക്കുന്നു. വഴക്കാണ്. രാവിലത്തെ ഇറങ്ങിയിട്ട് വീഡിയോയിൽ കൂട്ടിയില്ലല്ലോ, അതിൻ്റെ വഴക്കം. അങ്ങനെ കുറച്ച് ഞങ്ങൾ ഷാർജയൊക്കെ കുടിച്ച് കുറച്ച് മെഡിസിൻ വാങ്ങാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അവിടെ അടുത്തുള്ള വേറൊരു കടയിലേക്ക് മെഡിസിൻ വാങ്ങാൻ പോയതാണ്. ഇത്തിരി ലോങ് ആയതുകൊണ്ട് കുഞ്ഞിനായിട്ട് നടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടേക്കാണ് പോയത്. ഞാൻ എമ്മിമോളും കൂടെ അങ്ങോട്ടും വർത്തമാനമൊക്കെ പറഞ്ഞ് അവരെ നോക്കിയിരിക്കായിരുന്നു. കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് മെഡിസിൻ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാനും ഷുണ്ണിമണിയും കൂടെ കളിയായിരുന്നു മൊത്തം. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ സമ്മതിപ്പിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഷുണ്ണിക്കുട്ടി. അങ്ങനെ എമ്മിക്കുട്ടീൻ്റെ കളിയെല്ലാം കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും പോന്നു. തിരിച്ച് ഞാൻ പോന്ന് ചുട്ടുമണിക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് രാത്രിത്തേക്കുള്ള ഫുഡിന് വേണ്ടിയിട്ടുള്ളതെല്ലാം റെഡിയാക്കി. പൂരിയുടെ മാവുണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചു. മുട്ടക്കറി വെക്കാൻ നോക്കിയപ്പോൾ തക്കാളി ഇല്ല ഗൈസ്. പിന്നെ തക്കാളി വാങ്ങിയിട്ട് വരാം ഗൈസ്. സാധനം വാങ്ങിയിട്ട് പോകുന്ന തക്കാളി വാങ്ങാൻ പോയപ്പോൾ ഗൈസ് കാടമുട്ട കണ്ടു. അപ്പം നമുക്ക് കാടമുട്ട വെച്ച് കറി വെക്കാം. ഓക്കെ, അങ്ങനെ വേഗം തന്നെ ഞാനും ഇക്കാക്കയും കൂടെ എന്ത് ചെയ്തു, മുട്ടക്കറിക്കും പൂരിക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. വേഗം തന്നെ മുട്ട എടുത്ത് വേവിക്കാനൊക്കെ വെച്ച് പൂരി പ്രസ് ചെയ്ത് കൊടുത്ത് ആ സമയം കൊണ്ട് ഇക്കാക്ക ചുട്ടിനുള്ള ഫുഡൊക്കെ കൊടുത്ത് അവനെ സെറ്റാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഞാനും ഇക്കാക്കയും കൂടെ അടുപ്പിലായിരുന്നു. ഇക്കാക്ക മുട്ടക്കറിക്കുള്ള സവാളയുടെ പണിയിലും ഞാൻ ആ സമയത്തും പൂരി പൊരിച്ചെടുക്കണ പണിയിലും.
അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ എല്ലാം സെറ്റാക്കി ഫുഡൊക്കെ കഴിച്ചു, വേഗം കിടക്കാൻ നേരമായപ്പോഴത്തേക്കും 11:30 മണി കഴിഞ്ഞു മക്കളെ. ഇതെല്ലാം ചെയ്ത് പിടിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നിൽക്കാതെ പറഞ്ഞു.